നമസ്കാരം. കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി രാജ്യത്ത് വളരെയധികം ചർച്ചാ വിഷയമായ ഒരു കാര്യമാണ് മണിപ്പൂരിലെ സംഘർഷം. മണിപ്പൂരിലെ സംഘർഷം ഇപ്പോഴും കുറവില്ലാതെ തുടരുകയാണ്. പക്ഷേ ആ സംഘർഷത്തിൽ ചെറിയ അയവ് വന്നിട്ടുണ്ട് എങ്കിലും ദിനംപ്രതി അവിടെ സംഭവ വികാസങ്ങൾ, അതായത് സംഘർഷവുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മണിപ്പൂരിൽ കഴിഞ്ഞ ഒരു മാസം മുമ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ സുരക്ഷാ അവലോകന യോഗം ചേർന്നിരുന്നു. ആ അവലോകന യോഗത്തിൽ ഒരു തീരുമാനം വന്നത് എന്തെന്നാൽ മണിപ്പൂരിൽ കൂടുതൽ സംഘർഷം, കൂടുതൽ പുതിയ സംഘർഷ സ്ഥിതി അതുണ്ടാകാതെ നോക്കണം. അതുവരെ മണിപ്പൂരിലെ വിവിധ കക്ഷികളുമായി, പ്രധാനമായിട്ടും കുക്കി വിഭാഗവും മെയ്തി വിഭാഗവും തമ്മിലാണ് മണിപ്പൂരിൽ സംഘർഷമുള്ളത്. രണ്ട് ഗോത്രവർഗ വിഭാഗങ്ങൾ തമ്മിലാണ് പതിറ്റാണ്ടുകളായി ഉള്ള സംഘർഷത്തിൻ്റെ തുടർച്ച ഇപ്പോഴും നടക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ മണിപ്പൂർ സംഘർഷത്തിൻ്റെ പേരിൽ കേന്ദ്ര സർക്കാരിനെതിരെ വളരെയധികം വിമർശനങ്ങൾ പ്രതിപക്ഷം ഉയർത്തിയിരുന്നു. അതുമാത്രമല്ല, മൂന്നാം തവണയും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം RSS മേധാവിയും മണിപ്പൂർ വിഷയം മുൻഗണനാ ക്രമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിഗണിക്കണം, അല്ലെങ്കിൽ ആ വിഷയം പരിഹരിക്കേണ്ട സമയമായി എന്ന ഒരു നിർദ്ദേശവും വച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സുരക്ഷ വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു യോഗം ചേർന്നത്. ആ യോഗത്തിലുണ്ടായ ധാരണ എന്തെന്നാൽ ഈ വിഭാഗങ്ങൾ തമ്മിൽ, വിവിധ ഗോത്ര വിഭാഗങ്ങൾ തമ്മിൽ കേന്ദ്ര സർക്കാർ നേരിട്ട് ചർച്ച നടത്തും. പക്ഷേ ചർച്ച നടക്കുന്ന അവസരങ്ങളിൽ കൂടുതൽ സംഘർഷങ്ങൾ ഉണ്ടാകാതെ നോക്കണം. മണിപ്പൂരിൽ കൂടുതൽ സേനയെ വിന്യസിച്ചിട്ടുണ്ട്. CRPFൻ്റെയും അതുപോലെ തന്നെ മണിപ്പൂർ പോലീസിൻ്റെയും സംയുക്ത സേനയാണ് മണിപ്പൂരിൽ സംഘർഷം തുടരാതെ നോക്കാനുള്ള ഒരു ഉത്തരവാദിത്വം അന്ന് അമിത്ഷാ ഏൽപ്പിച്ചിരുന്നത്. ആ രീതിയിൽ തന്നെ ചർച്ചകൾ ആരംഭിക്കുകയും ചെയ്തിരുന്നതാണ്. പക്ഷേ മണിപ്പൂരിൽ പുതിയ സംഘർഷങ്ങൾ ഉണ്ടാവരുത് എന്ന നിർദ്ദേശം പാലിക്കപ്പെട്ടില്ല. പല തീവ്രവാദി ഗ്രൂപ്പുകളും, പ്രത്യേകിച്ചും കുക്കി മിലിറ്റന്റ് ഗ്രൂപ്പുകളിൽ പലതും ഇതിനു ശേഷവും സംഘർഷം തുടർന്നിരുന്നു. ഈ കഴിഞ്ഞ ഞായറാഴ്ചയും സുരക്ഷാ സൈനികർക്ക് നേരെ സംഘർഷം നടന്നിരുന്നു, ആക്രമണം നടന്നിരുന്നു. ഇതിലൊരു CRPF ജവാന് വീരമൃത്യു വരിക്കുകയും 2 മണിപ്പൂർ പോലീസുകാർക്ക് പരിക്കേൽക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യമുണ്ട്. അതിനുശേഷം കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ വൈകുന്നേരം ഏതാണ്ട് 6:30യോടുകൂടി മണിപ്പൂരിൽ വലിയ ആയുധ ശേഖരം പിടിച്ചെടുത്തിരിക്കുകയാണ്. CRPFും അതുപോലെ തന്നെ മണിപ്പൂർ പോലീസും ഉൾപ്പെടുന്ന സംയുക്ത സേനയ്ക്ക് ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തെരച്ചിലാണ് വൻ ആയുധ ശേഖരം പിടിച്ചെടുത്തിട്ടുള്ളത്. ഈ ആയുധ ശേഖരത്തിൽ പ്രധാനമായിട്ടുമുള്ളത് വെടിയുണ്ടകളാണ്. വലിയ രീതിയിലുള്ള, അതായത് 2 തോക്കുകളും ഏതാണ്ട് 361 റൗണ്ട് വെടിയുണ്ടകൾ അടക്കമുള്ള വലിയ ആയുധ ശേഖരമാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. ഇത് കുക്കി മിലിറ്റന്റ് ഗ്രൂപ്പുകൾ, അതായത് കുക്കി ഭീകരവാദ ഗ്രൂപ്പുകൾ ഒളിപ്പിച്ചു വച്ച ആയുധങ്ങളാണ് എന്നാണ് സേന കരുതുന്നത്. ഒരു പള്ളിയിലെ സെമിത്തേരിയിലാണ് ഈ ആയുധങ്ങൾ ഒളിപ്പിച്ചു വച്ചിരുന്നത്. രഹസ്യ വിവരത്തെ തുടർന്നാണ് സൈന്യം അവിടെ എത്തിയതും ആ പരിശോധന നടത്തുന്നതും ആയുധങ്ങൾ കണ്ടെടുത്തതും. എന്തായാലും ഈ ആയുധങ്ങൾ കണ്ടെടുത്തത് അതിനിർണായകമായ ഒരു വഴിത്തിരിവായി എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. സംഘർഷങ്ങൾ നടത്താനായും അതുപോലെ തന്നെ കൂടുതൽ ആക്രമണങ്ങൾ നടത്തി മണിപ്പൂരിനെ സംഘർഷഭരിതമാക്കാനുള്ള ഒരു തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിട്ടാണ് ചില തീവ്രവാദ ഗ്രൂപ്പുകൾ, പ്രത്യേകിച്ചും കുക്കി തീവ്രവാദ ഗ്രൂപ്പുകൾ ഈ ആയുധങ്ങൾ സംഭരിച്ചു വച്ചിരുന്നത്. അത് സുരക്ഷാ സേനയ്ക്കും അതുപോലെ തന്നെ മെയ്തി വിഭാഗത്തിനും എതിരെ പ്രയോഗിക്കാനുള്ള ആയുധങ്ങളായിരുന്നു. ഈ ആയുധങ്ങൾ കണ്ടെടുത്തതോടുകൂടി വലിയ ഒരു അളവ് വരെ സംഘർഷം നിയന്ത്രിക്കാൻ സാധിച്ചു എന്ന ആത്മവിശ്വാസത്തിൽ കൂടിയാണ് സംയുക്ത സേനയുള്ളത്. പക്ഷേ ഈ ആയുധങ്ങൾ കണ്ടെടുത്തത് ഒരു വലിയ നേട്ടമാണ് എങ്കിൽ കൂടി ഇപ്പോഴും മണിപ്പൂരിൽ സംഘർഷം തുടരുന്നത് സംയുക്ത സേനയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയ്ക്ക് ഇട നൽകുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാർ നേരിട്ട് വിവിധ ഗോത്ര വിഭാഗങ്ങളുമായി ചർച്ച നടത്തുന്ന അതേ സമയം തന്നെ ആയുധ സംഭരണവും നടന്നിരിക്കുന്നു. സുരക്ഷാ സേനയിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ അല്ലെങ്കിൽ മോഷ്ടിക്കപ്പെട്ട ആയുധങ്ങളുടെ ശേഖരവും ഇപ്പോഴും തീവ്രവാദ ഗ്രൂപ്പുകളുടെ പക്കലുണ്ട് എന്ന വിവരവും സേനയ്ക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ കശ്മീർ മോഡലിലുള്ള ഒരു ഓപ്പറേഷൻ മണിപ്പൂരിൽ പ്ലാൻ ചെയ്യുന്നു, അല്ലെങ്കിൽ പദ്ധതിയിടുന്നു എന്ന വിവരവും വരുന്നുണ്ട്. അതായത് വിവിധ ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകൾ പതിറ്റാണ്ടുകളായി കശ്മീരിനെ മുൾമുനയിൽ നിർത്തിയിരുന്ന, അല്ലെങ്കിൽ രാജ്യത്തിന് വലിയ ആശങ്ക
നൽകിയിരുന്ന ഒരു തീവ്രവാദ പ്രവർത്തനമായിരുന്നു കശ്മീരിൽ നടന്നിരുന്നത്. ആ ഭീകര സംഘടനകളെയൊക്കെ എങ്ങനെയാണോ കശ്മീരിൽ നിന്നും തുടച്ചു നീക്കിയത്, അതേ മാതൃകയിൽ മണിപ്പൂരിൽ നിന്നും പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്ന കുക്കി തീവ്രവാദ സംഘടനകളെയും ചില നാഗ സംഘടനകളെയും ഒക്കെ നിരോധിക്കുകയും ആ സംഘടനകളെ അവിടെ നിന്നും തുരത്താനുള്ള, അതിൻ്റെ പ്രവർത്തനം അവിടെ നിന്നും ഇല്ലാതാക്കാനുള്ള കശ്മീർ മോഡലിലുള്ള ഒരു ഓപ്പറേഷൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പദ്ധതിയിടുന്നു എന്ന വിവരവും ലഭിക്കുന്നുണ്ട്. എന്തായാലും മണിപ്പൂരിൽ എത്രയും വേഗം സംഘർഷം അവസാനിപ്പിച്ച് സമാധാന ജീവിതം മടക്കിക്കൊണ്ടുവരിക എന്ന ഒരു ഉദ്ദേശമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിനുള്ളത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Attigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.